ഇത് വേദിയിലുള്ളവർക്ക് കേൾക്കാനല്ല, ഇത് എന്റെ സഹപ്രവർത്തകരായ നിങ്ങൾക്ക് കേൾക്കാനല്ല, ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് ലൈവിലൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ എഴുതിക്കൊണ്ട് വന്നിട്ടുള്ളത്. കണ്ണൂരിൽ പോയി പണിക്കരെ കബഡി നിരത്തിയിട്ട് പറഞ്ഞു, പിണറായി വിജയൻ ചെയ്ത തെറ്റുകളിൽ നിന്ന് വലിയ ശാപം പിണറായിയിലെ പാറപ്പുറത്ത് ജനിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് താഴെ ഇറങ്ങിയാൽ ജയിൽവാസം അനുഭവിക്കാൻ മകൾക്കും മരുമകനും യോഗമുണ്ട് എന്നും അതിന് നിങ്ങൾ അയ്യപ്പ ഭക്തന്മാരെ ഒരുമിച്ച് ചേർക്കണമെന്ന് അത് കബഡി നിരത്തിയ ആള് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കുടുംബത്തിന് ശാപമുണ്ട് എന്ന് ഇവിടെ നിന്ന് പോയ പാലക്കാട്ടുകാരൻ പണിക്കർ കബഡി നിരത്തിയിട്ട് കമല ചേച്ചിയോട് പറഞ്ഞു. പാലക്കാട് ഒറ്റപ്പാലത്ത് ഗണേശോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകളാണ് പ്രേക്ഷകർ ആദ്യം കേട്ടത്. എന്തിനാണ് സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ അവിടെ പറയുന്നുണ്ട്. പിണറായി വിജയന് കേൾക്കാൻ വേണ്ടിയാണ് താൻ ഇത് പറയുന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ തന്റെ പ്രസംഗം ആരംഭിച്ചത്. ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ കേൾക്കാം. ഇത് വേദിയിലുള്ളവർക്ക് കേൾക്കാനല്ല, ഇത് എന്റെ സഹപ്രവർത്തകരായ നിങ്ങൾക്ക് കേൾക്കാനല്ല, ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് ലൈവിലൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ എഴുതിക്കൊണ്ട് വന്നിട്ടുള്ളത്. സനാതനം എന്ന വാക്കിന്റെ അർത്ഥം മിസ്റ്റർ പിണറായി വിജയൻ നാശരഹിതമായിട്ടുള്ള ഭാവം എന്നാണ്. നിങ്ങൾ അയ്യപ്പന്റെ സകല ഭാവങ്ങളെയും നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവനാണ്. നിങ്ങൾ ബിന്ദു അമ്മയെ മരവേൽപ്പിച്ചവരാണ്. നിങ്ങൾ ഇവിടെ അയ്യപ്പൻ ആചരിക്കാത്ത, ധർമ്മത്തെ ആചരിക്കാത്ത, ഒരിക്കൽ പോലും ഭക്തി എന്താണെന്നറിയാത്ത സ്ത്രീകളെ മലകയറ്റാൻ വേണ്ടി ഇവിടെ പോലീസിന്റെ യൂണിഫോം ഊരിക്കൊടുക്കാൻ നാമം ചൊല്ലുന്ന ശ്രീജിത്ത് എന്ന് പറയുന്ന പോലീസിലെ ഉന്നതാധികാരിയെ നിയോഗിച്ചവരാണ് ആ ശ്രീജിത്ത്. ആ സ്ത്രീകൾ മലകയറി എന്ന് ബോധ്യം വന്നപ്പോ ആ ശ്രീജിത്ത് ശബരിമല സന്നിധാനത്തിന്റെ പടിക്കെട്ടുകളിൽ നിന്ന് പൊട്ടിക്കരയുന്നത് ഞാനും നിങ്ങളും കണ്ടുവെങ്കിൽ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾക്ക് മാപ്പില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വരാൻ പോകുന്ന നാളുകളിൽ ഞങ്ങൾ ഇവിടുത്തെ നാമം ജപിക്കുന്ന മനുഷ്യർ നിങ്ങളുടെ ഈ അബദ്ധജടിലമായിട്ടുള്ള സമ്മേളനത്തിന് ഞങ്ങൾ മറുപടി പറയാൻ പോകുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ നാശരഹിതമായിട്ടുള്ള ഭാവം അത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ടോ? നാശരഹിതമായിട്ടുള്ള ഭാവത്തെ ഹൃദയത്തിലേക്ക് ആവാഹിക്കാൻ, സനാതനം എന്നുള്ള വാക്കിനെ മനസ്സിലാക്കാൻ കേരളത്തിന്റെ ഭരണപക്ഷത്തിന് സാധിക്കുമോ? കേരളത്തിന്റെ ഇന്നത്തെ പ്രതിപക്ഷത്തിന് സാധിക്കുമോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. സനാതനം പ്ലസ് ധർമ്മം, സനാതന ധർമ്മം. ധർമ്മം എന്താണ്? ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചേർത്ത് കോർത്തു നിർത്തുന്ന നിയമവ്യവസ്ഥിതിയാണ് ധർമ്മം. ആ നിയമവ്യവസ്ഥിതിയാണ് ധർമ്മം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ 100 പേർ ഇരുന്നത്? മഴ പെയ്യുന്നുണ്ട്, മഴ കൊണ്ടാൽ പനി പിടിക്കും, ബോധ്യം നിങ്ങൾക്കുണ്ട്. എന്നാൽ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ കാരണവർ നന്ദേട്ടൻ ഇരിക്കുന്ന വേദിയിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ നമ്മുടെ പരമപവിത്രമായിട്ടുള്ള സർവസംഘ പരിത്യാഗത്തിന്റെ നിറമായിട്ടുള്ള കാവി അണിഞ്ഞുകൊണ്ട് നമ്മുടെ സന്യാസി വര്യന്മാരുടെ തലതൊട്ടപ്പനായിട്ടുള്ള നമ്മൾ ഹൃദയത്തിൽ ആരാധിക്കുന്ന സന്യാസി ഇരിക്കുന്ന വേദിയിൽ 100 പേർ ഇരുന്ന് പനി പിടിച്ചാലും കുഴപ്പമില്ല, ഞങ്ങളെങ്ങനെ എണീറ്റ് മാറിപ്പോകുമെന്നുള്ള മനസ്സിലെ ചോദ്യമാണ് ധർമ്മം. അപ്പൊ ധർമ്മം പല രീതിയിലുണ്ട്. ഞാൻ ഈ കൊടി കെട്ടിയ കാറിൽ ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. കൊടി വെച്ച കാറ് BJPയുടെ കൊടി വെച്ച കാറാണ്. എന്നാൽ ആ കൊടി വെച്ച കാറിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാൻ കടന്നു വരുമ്പോ പോലീസ് അധികാരികൾക്ക് എന്റെ കാറിനെ നീക്കിവിടാൻ സാധിച്ചില്ല. എന്നാൽ അരികിൽ നിൽക്കുന്ന സഹപ്രവർത്തകരോട് കാറിന്റെ ചില്ല് താത്തിക്കൊണ്ട് ഞാൻ നമസ്തേ പറഞ്ഞപ്പോ ഒരു പോലീസിന്റെ അകമ്പടിയും വേണ്ടി വന്നില്ല. എന്റെ കാറിന് ഈ സദസ്സിനരികിലേക്ക് കടന്നു വരാൻ എന്താണ്? അത് സഹപ്രവർത്തകന്റെ ധർമ്മമാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട്, സ്റ്റാലിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് സനാതനമായ
നാശരഹിതമായ രാമന് അഗസ്ത്യമുനി ഉപദേശിച്ചു കൊടുത്ത ആ അഗസ്ത്യന്റെ മന്ത്രദീക്ഷ പോലെ കുരുക്ഷേത്ര യുദ്ധഭൂമിയില് നമ്മുടെ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുത്ത ഭഗവാന്റെ ദിവ്യ ദർശനം പോലെ ഇവിടുത്തെ പരമപവിത്രമായിട്ടുള്ള ആ ഹിന്ദുവിന്റെ സനാതനമായിട്ടുള്ള ധർമ്മമാണ് സനാതന ധർമ്മം. ആ സനാതന ധർമ്മത്തിൽ ആ നിയമവ്യവസ്ഥയിൽ അംഗീകരിക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി, സനാതനമായ ധർമ്മത്തെ നശിപ്പിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി സമ്മേളനം വിളിച്ചു കൂട്ടുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആ സനാതന ധർമ്മത്തിലെ ചില കാര്യങ്ങൾ മാത്രം അദ്ദേഹത്തിന് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. ഹിന്ദു ധർമ്മത്തെ വിവേകാനന്ദ സ്വാമികളും അതുപോലെ തന്നെ അദ്ദേഹം ചിക്കാഗോയിലെ പ്രസംഗവേദിയിൽ പറഞ്ഞത് എല്ലാ മതങ്ങളുടെയും മാതാവാണ് ഭാരതത്തിലെ എന്താണ് നമ്മുടെ ഭാരതാംബ, നമ്മുടെ സനാതനമായിട്ടുള്ള ധർമ്മം എന്നാണ് ചിക്കാഗോയുടെ ആ ഭൂമിയിൽ സന്യാസി ശേഖരൻ പറഞ്ഞത്. ആ കാവി പതാകയെ നമ്മുടെ ഗവർണർ ഭാരതാംബയുടെ ഫോട്ടോയിൽ നമ്മുടെ കാവി പതാക കണ്ടപ്പോ അതിനെ എതിർത്തുകൊണ്ട് സനാതന ധർമ്മത്തെ മനസ്സിലാക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കാർഷിക വകുപ്പ് മന്ത്രി പ്രസാദ്. എന്നാൽ അത് ഗവർണർ ഉണ്ടാക്കിയ കാവി പതാകയല്ല. ആ കാവി പതാക 1947 നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് 1921 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യോഗം നടക്കുമ്പോ ആ യോഗ സ്ഥലത്ത് ആ പതാകയെ ചുറ്റിപ്പറ്റിക്കൊണ്ടും നമ്മുടെ ദേവിയായിട്ടുള്ള ഭാരതത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ടും ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ വന്ദേ മാതര ഗാനത്തിൽ നല്ല രീതിയിൽ വിരചിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ 21 കോൺഗ്രസിന്റെ അന്നത്തെ അധ്യക്ഷൻ ഷൗക്കത്ത് അലി അവിടെ പറഞ്ഞു എന്താണ്, നമ്മുടെ ദുർഗാദേവിയായി ലക്ഷ്മിയായി നമ്മുടെ ഭാരതത്തെ കാണാൻ സാധിക്കുന്ന സസ്യശ്യാമളയും അതുപോലെ തന്നെ കമലദള വിഹാരിണിയും എന്ന് പറയുന്ന ആ ഭാഗം മുഴുവൻ എടുത്തു മാറ്റിക്കൊണ്ടാണ് ആ വന്ദേ മാതര ഗാനത്തെ പിന്നീട് കോൺഗ്രസ് ഹൃദയപൂർവ്വം സ്വീകരിച്ചതെങ്കിൽ ഒരു ഭാഗത്ത് രാജ്യത്തിന്റെ സർവസംഘ പരിത്യാഗത്തിന്റെ നിറമായിട്ടുള്ള കാവി പതാകയെ ഹൃദയത്തിൽ ചേർക്കുന്നതിന് നമ്മുടെ ഗവർണറെ വരെ ചോദ്യം ചെയ്യുന്ന മുഖ്യമന്ത്രി, സനാതന മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ഒരൊറ്റ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. പിണറായി വിജയനോട് അവസാനത്തെ ഈ സനാതന ധർമ്മത്തിലെ ഏറ്റവും പ്രധാന ഭാഗം പറയുകയാണ്. അത് എന്താ പറയുന്നത്? സത്യം, അഹിംസ, സ്നേഹം, ദയ ഇവയില്ലെങ്കിൽ സനാതന ധർമ്മമില്ല. ഈ ദയ, ഈ സത്യം, ഈ ധർമ്മബോധം അത് നിങ്ങൾ ശബരിമലയിൽ ആചാരത്തെ ലംഘിക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോ എന്റെയും എന്റെ സഹപ്രവർത്തകന്മാർക്കും കേസുകൾ ചാർത്തി കൊടുത്തപ്പോ അവിടെ നിങ്ങൾ അയ്യപ്പന്മാർ വിരിവെക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അവിടെ വാട്ടർ പമ്പിലൂടെ അല്ലെ വെള്ളമടിച്ച് അയ്യപ്പ ഭക്തന്മാരുടെ വീതി മുഴുവൻ നനച്ചു കളഞ്ഞപ്പോ നിങ്ങൾ ദയയില്ലാത്ത കംസന്റെ പ്രതിരൂപമായി നിങ്ങൾ കേരളത്തിൽ മാറി. ആ നിങ്ങൾക്ക് എങ്ങനെ സനാതന ധർമ്മത്തെ കുറിച്ച് പറയാൻ സാധിക്കും? നിങ്ങൾക്ക് ദയയില്ല, നിങ്ങൾക്ക് കാരുണ്യമില്ല. കാരുണ്യം ഉണ്ടായിരുന്നുവെങ്കിൽ, ദയ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ശബരിമല സന്നിധിയിൽ അയ്യപ്പന്റെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും തകർക്കാൻ പോകില്ലായിരുന്നു. എന്നാൽ ഇപ്പോ പണിക്കർ കവടി നിർത്തി. ഞങ്ങൾ പണിക്കറയൊക്കെ പണിക്കർ സമുദായത്തെ അംഗീകരിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. കണ്ണൂരിൽ പോയി പണിക്കരെ കവടി നിർത്തിയിട്ട് പറഞ്ഞു, പിണറായി വിജയൻ ചെയ്ത തെറ്റുകളിൽ നിന്ന് വലിയ ശാപം പിണറായിയിലെ പാറപ്പുറത്ത് ജനിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് താഴെ ഇറങ്ങിയാൽ ജയിൽവാസം അനുഭവിക്കാൻ മകൾക്കും മരുമകനും യോഗമുണ്ട് എന്നും അതിന് നിങ്ങൾ അയ്യപ്പ ഭക്തന്മാരെ ഒരുമിച്ച് ചേർക്കണമെന്ന് അത് കവടി നിർത്തിയ ആള് പറഞ്ഞോ എന്ന്
കമല ചേച്ചിയോട് പറഞ്ഞു, പരിഹാരക്രിയകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ മഴയിൽ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ നനഞ്ഞിരിക്കുമ്പോ പ്രസംഗിക്കാൻ ഞാൻ പാടില്ല